85 വയസ്സ് കഴിഞ്ഞ സ്വദേശിയായ ഒരു മുത്തശ്ശിയെ പറ്റി. കൃഷിയിലും മറ്റു കാര്യങ്ങളിലും ഏറെ ചുറുചുറുക്കാണ് ഈ 85-ാം വയസ്സിലും ഇവർ കാണിക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും സ്വന്തം തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കണം എന്ന നിശ്ചയദാർഢ്യം ഈ മുത്തശ്ശിക്കുണ്ട്. 85 വയസ്സിലും ചുറുചുറുക്കാണ് ഫാഹിമ എന്ന മുത്തശ്ശിക്ക്. ശുദ്ധമായ പച്ചക്കറികൾ ലഭിക്കാൻ വേണ്ടി 15 വർഷം മുമ്പ് ആരംഭിച്ച കൃഷി ഇപ്പോഴും ഏറെ സജീവമായി ഇവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചെറിയ തോതിൽ ആരംഭിച്ച കൃഷിയാണ് ഇപ്പോൾ 2 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നത്. പ്രായത്തിൻ്റെതായ അവശതകൾ ഏറെയുണ്ടെങ്കിലും ഈ മുത്തശ്ശി ഒരു ദിവസം പോലും തോട്ടത്തിലേക്ക് വരാതിരിക്കില്ല. അത്രത്തോളം ആത്മബന്ധമാണ് ഈ കൃഷിഭൂമിയുമായി ഇവർക്കുള്ളത്. തക്കാളിയും തണ്ണിമത്തനും നിലക്കടലയും വഴുതനങ്ങയും തുടങ്ങി നിരവധി പച്ചക്കറികളും വിവിധ ഇനം ആടുകളും കോഴികളും അടങ്ങുന്ന വിപുലമായ ഒരു ഫാമായി ഇത് മാറിയിരിക്കുന്നു. തികച്ചും ശാസ്ത്രീയമായി പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി നടത്തുന്നത്. മലയാളിയായ ഷിഹാബാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അവർക്ക് 85 വയസ്സായി. അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ വെജിറ്റബിളും ഇവിടെ തന്നെ ഉണ്ടാക്കുവാൻ വേണ്ടി ഫ്രഷ് സാധനം കിട്ടുവാൻ വേണ്ടി എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് പലവിധ വിത്തുകളും കൊണ്ടുവന്ന് അവർക്ക് കുക്കുംബർ, വെള്ളരിക്ക, കൂസ, വഴുതനങ്ങ, ആടുകൾക്കുള്ള കോഴി, ആടുകൾക്കുള്ള ഭക്ഷണങ്ങൾ എല്ലാം ഏത് രീതിക്ക് കൊടുക്കണമെന്ന് ഞാൻ ഗവൺമെൻറ് വെറ്ററിനറി സർവീസിൽ വർക്ക് ചെയ്യുകയും അവിടെ നിന്നുള്ള നിയമപ്രകാരം എല്ലാവിധ സഹായങ്ങളും ഞാൻ അവർക്ക് എപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്റെ കൃഷിയിടങ്ങളിൽ വീണ്ടും വീണ്ടും പുതിയ വിത്തുകൾ പാകാൻ ഒരുങ്ങുകയാണ് ഈ മുത്തശ്ശി. മികച്ച കൃഷി നൽകിയതിന് നന്ദി പറയാനുള്ളത് ദൈവത്തോടും ഒപ്പം കൃഷിക്കായി ഭൂമി നൽകിയ UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിനോടുമാണെന്ന് ഫാഹിമ പറയുന്നു. أبو الله يرحم بابا زايد أعطاني مزرعة أعيش عليه وأعيش أولادي عليه ونعطي للناس وإحنا ناكل منه ونشكر الله ونحمد الله. الله إن شاء الله يخليه أولاد شيخ زايد والله يرحمه. وأنا هواية أرحمه وأشكر الله اللي الله أعطانا الرزق وناكل منه ونعطي للناس. هي الحمد لله زارعين الحمد لله خيار طماطم كوسة شنو بعد فلفل وكل يعني. أنا غنم الحمد لله عندي كم واحد مو وايد من غنم قليل يعني. نشكر الله ونحمد رب العالمين. 100 വയസ്സായാലും കൃഷിയുടെ മേൽനോട്ടത്തിൽ നിന്നും താൻ പിന്നോട്ട് പോകില്ല എന്നാണ് ഈ മുത്തശ്ശി പറയുന്നത്.